ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒന്ന് രണ്ട് ചെറിയ കത്തുകളാണ് ഞാൻ വായിക്കുന്നത്. ഹായ് മാഡം, എൻ്റെ പേര് അശ്വന്ത്. എനിക്ക് 23 വയസ്സുണ്ട്. ഞാനും എൻ്റെ ചേച്ചിയും അമ്മയുമാണ് വീട്ടിൽ കൂടുതൽ സമയവും. അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ്. പുള്ളിക്കാരൻ നാട്ടിലേക്ക് അധികം വന്ന് നിൽക്കുകയൊന്നുമില്ല. അച്ഛനും അമ്മയും തമ്മിൽ അത്ര വലിയ രസത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അവർ തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ പ്രേമമൊന്നും അവരിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. അതുവരെ ഞാനും ചേച്ചിയും അമ്മയെല്ലാം കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളി തമാശയും അടിപിടിയും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി മിക്ക സമയത്തും ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമുണ്ട്. അതിൽ 4 പേർക്ക് കിടക്കാവുന്ന കട്ടിലാണ്. അതിലായിരുന്നു ഞാനും ചേച്ചിയും അമ്മയും എല്ലാം കൂടെ കഴിഞ്ഞിരുന്നത്. അപൂർവ ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ മാറിക്കിടക്കുകയുള്ളൂ. അങ്ങനെ ഒന്നിച്ചാണ് ഇത്രയും നാളും ഞങ്ങൾ സഹവസിച്ചിരുന്നത്. എൻ്റെ ചേച്ചിക്ക് അമ്മയുടെ സെൻറ്റിമെൻറ്റ്സ് വളരെ കൂടുതലാണ്. അമ്മയ്ക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വഴക്കിടാറുണ്ട്. ഞാനതൊന്നും കാര്യമാക്കാറില്ല. ചേച്ചിയുടെ കല്യാണം വളരെ പെട്ടെന്നായിരുന്നു. നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നടത്തുകയായിരുന്നു. അത് ചേച്ചിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഭർത്താവിന് ഇഷ്ടമാണെങ്കിലും ഭർത്താവിൻ്റെ കൂടെ ദൂരെ പോയി താമസിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇത്തിരി വിഷമമുള്ള ഏർപ്പാട് തന്നെയാണ്. വലിയ വിഷമത്തോടു കൂടിയാണ് കല്യാണം കഴിഞ്ഞു പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയും, ഓ നിങ്ങളുടെ കൂടെ താമസിച്ചാൽ മതിയായിരുന്നു എന്ന്. ഭർത്താവുമായിട്ട് ഹണിമൂണിന് പോയപ്പോഴും ഞങ്ങളെ വിളിക്കും, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്കും ആദ്യത്തെ 1-2 മാസം വലിയ വിഷമമായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ എൻ്റെ മുറിയിൽ തന്നെ കിടക്കണം, നീ വേറെ മുറിയിൽ പോയി കിടക്കരുത്, ഞാനൊന്ന് അഡ്ജസ്റ്റഡ് ആകട്ടെ, അത് കഴിഞ്ഞ് നീ നിൻ്റെ മുറിയിൽ പോയി കിടക്കുക, നീ വലിയ ചെക്കനായി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. എനിക്കും അതാണ് നല്ലത്. ചേച്ചി ഉള്ളപ്പോൾ ജോലി ഉണ്ടായിരുന്നു. അമ്മയുമായിട്ട് ജോലിയൊക്കെ ആണെങ്കിൽ കൂടിയും എങ്ങനെയാണ് എപ്പോഴും ഒന്നിച്ച് കഴിയുക എന്ന് ഞാൻ ഓർത്തിരുന്നു. എന്തായാലും മാഡം 2 മാസത്തോളം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഒരു ദിവസത്തെ രാത്രിയിൽ അസാധാരണമായ ചില ചലനങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു. ദേഹത്തുകൂടി എന്തോ ഇഴയുന്ന പോലെ എനിക്ക് തോന്നി. എന്താണെന്ന് മനസ്സിലായില്ല. ഇത്തിരി കിടന്നപ്പോഴാണ് അമ്മയുടെ കൈകളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഉറക്കത്തിലെങ്ങോ ദേഹത്തിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൈകളുടെ ചലനം നിലച്ചു. അപ്പോൾ ഉറക്കത്തിൽ തന്നെയാണ്. ഞാൻ പിന്നെയും ഉറക്കത്തിലേക്ക് ആണ്ടു. എന്തോ ഒരു മുറുക്കം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് യഥാർത്ഥം മനസ്സിലായത്. അമ്മ ഉറങ്ങുകയല്ലായിരുന്നു, തേടി വരികയായിരുന്നു. തേടി വന്ന് കണ്ടെത്തുകയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. എനിക്ക് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വയ്യാത്ത രീതിയിലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് അമ്മയെ കുലുക്കി വിളിച്ചു. അമ്മയുടെ കയ്യിൽ ചെറുതായിട്ടും തട്ടുകയും ചെയ്തു. അപ്പോഴമ്മ ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നു വരുന്ന പോലെ, എന്താടാ, എന്തു പറ്റി, എന്തൊരു ശബ്ദം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടി ഉണരുന്നത് പോലെ കാണിക്കുകയും ചെയ്തു. അത് യഥാർത്ഥമാണോ അല്ലെങ്കിൽ കള്ളത്തരമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ദേ എന്നെ തൊടുന്ന പോലെ തോന്നിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റെന്ന്. എൻ്റെ കയ്യെങ്ങാണ് ഉറക്കത്തിൽ വീണായിരിക്കും മോനെ എന്ന് പറഞ്ഞ് അമ്മ നിസ്സാരമാക്കി വെച്ചു. പക്ഷേ അമ്മ ചെയ്ത പ്രവൃത്തി ശരിയല്ലെന്ന് എനിക്കറിയാം. അമ്മയോട് പക്ഷെ ചോദിക്കുന്നത് എങ്ങനെയാണ്? അമ്മയ്ക്ക് യാതൊരു അറിവുമില്ല, ഒരു മനസ്സറിവുമില്ലാത്ത കാര്യമാണ്. ഉറക്കത്തിൽ സംഭവിച്ചതായിരിക്കാമെന്ന് ഞാൻ കരുതി. ഇത്രയും കാലം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. ഡയറക്റ്റായിട്ട് അമ്മയോട് ചോദിക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ ഇടയ്ക്ക് എൻ്റെ റൂമിൽ പോയി കിടക്കും. ചില ദിവസം അമ്മ പറയും, ഓ എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ നിൻ്റെ മുറിയിൽ വരികയാണ്, അല്ലെങ്കിൽ നീ എൻ്റെ മുറിയിൽ വാ എന്നൊക്കെ പറയും. ആ സമയത്ത് ഞാൻ പോയി കിടക്കും മാഡം. ഗാഠനിദ്രയായി കഴിയുമ്പോഴേക്കും അമ്മ ഇതേപോലെ തന്നെ ആവർത്തിക്കുകയാണ്. ഒരു ദിവസം ഞാൻ എത്ര വിളിച്ചിട്ടും അമ്മ ഉറക്കം നടിക്കുകയായിരുന്നു. പക്ഷേ കൈകൾ അനാവശ്യമായി ചലിക്കുന്നുമുണ്ടായിരുന്നു. ആ ചലനത്തിൽ ഒരു ചുഴിലെന്ന പോലെ ഞാൻ പെട്ടുപോയി മാഡം. എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. ആ ഒരു പ്രലോഭനത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ഉരുകി ഒലിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പിന്നെയും ഗാഠനിദ്രയിലായതുപോലെ അഭിനയിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരിക്കലും ഗാഠനിദ്രയല്ല, മനഃപൂർവ്വമാണെന്ന്. എനിക്ക് അത് ചോദിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസവും അമ്മ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി അമ്മ പിന്നെയും എൻ്റെ ദേഹത്തേക്ക് കൈയിട്ടല്ലോ. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നെന്ന്. അമ്മ പറഞ്ഞു, അതിനെന്താ, ഉറക്കത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞു കിടപ്പുണ്ട്. പണ്ട് മോളല്ലായിരുന്നു എൻ്റെ അടുത്ത് കിടക്കുന്നത്. അപ്പോൾ അവളെ ഞാൻ എപ്പോഴും ഇങ്ങനെ കൈയും കാലും ഒക്കെ എടുത്തിട്ട് ശല്യപ്പെടുത്തുമായിരുന്നു. എങ്കിലും അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. നിനക്കത് ഇഷ്ടമല്ലാത്തത് എൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ? ഞാൻ ഉരുളുകയും മറിയുകയൊക്കെ ചെയ്യും ഉറങ്ങുമ്പോൾ. അതിനെന്താണ് എത്ര വലിയ കാര്യം?
സ്വന്തം അമ്മയെപ്പോലെ നിനക്ക് സഹിക്കാൻ വയ്യാതായോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പിന്നെയും ഞാൻ അതെല്ലാം അങ്ങ് സഹിച്ചു. പിന്നെയും അമ്മ ഇതുപോലെ ഒന്നുകിൽ നിർബന്ധിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും. പക്ഷേ എത്ര ചോദിച്ചാലും അമ്മ ഒന്നും സമ്മതിക്കില്ല. ഒരു ദിവസം ഞാൻ അമ്മയുമായി വഴക്കുണ്ടാക്കി. അമ്മ രാത്രിയിൽ എന്നെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. എന്തിനാ? ഞാനങ്ങനെ ഒറ്റപ്പെട്ട് കിടന്നിട്ടില്ല, എനിക്കൊരു കൂട്ടിന്, അല്ലാതെന്താ. പക്ഷേ അമ്മ കാണിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയാണ്, അതിർത്തികൾ കടന്ന് താണ്ടുകയാണ്. താണ്ടിക്കഴിഞ്ഞിട്ട് അമ്മ ചലന വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചില മാറ്റങ്ങളുണ്ടായി. അമ്മയ്ക്ക് അത് മനസ്സിലായില്ലേ? രാവിലെ ബെഡ്ഷീറ്റ് എടുത്ത് കഴുകുമ്പോഴെങ്കിലും അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മ, അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചോ? എൻ്റെ തെറ്റൊന്നുമല്ല, നിനക്കങ്ങനെ തോന്നിയതായിരിക്കും. ഞാനൊന്ന് കൈയിട്ട് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എങ്ങനെയാണ് ബെഡ്ഷീറ്റെല്ലാം ഇങ്ങനെയായത്? അപ്പോൾ നീ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്, അല്ലാതെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പണ്ട് ഞാൻ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, മക്കൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില കുത്സിത പ്രവർത്തനങ്ങളുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ തെറ്റുകാരിയല്ല, നിന്റെ മനസ്സിലാണ് തെറ്റ്. നിനക്കിപ്പം നിന്റെ പ്രൈവസി വേണം. നിന്റെ റൂമിൽ തനിയെ നിനക്ക് ഓരോ കുത്സിതങ്ങൾ കാണിക്കണം. അതിന് എന്നെ കുറ്റം പറയുകയാണ്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ കാണിക്കുന്ന കുത്സിതമാണ് ബെഡ്ഷീറ്റിലുള്ളത്. അത് ഞാൻ കുറ്റക്കാരിയല്ല എന്നൊക്കെ അമ്മ പറയുകയാണ്. അല്ല, അമ്മയാണ് ചലനവേഗങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഏയ് അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ്, ചിലപ്പോൾ സ്വപ്നമായിരിക്കാം. കാര്യം ചില ആൺമക്കൾ അങ്ങനെയാണ്, സ്വപ്നത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണും, അപ്പോൾ തനിയെല്ലാം സംഭവിക്കും എന്നൊക്കെ അമ്മ പല ന്യായീകരണങ്ങളും പറയുകയാണ്. എനിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ്. ഇപ്പോൾ എന്നോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തുറന്നു പറയുകയാണ്. അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ അമ്മ ചെയ്ത കാര്യം മാത്രം സമ്മതിക്കില്ല. എങ്കിലും ഓപ്പണപ്പായിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അവിടെ വരുന്നില്ല, അമ്മ ഇങ്ങോട്ട് വരരുത്, ഞാൻ എൻ്റെ മുറിയിൽ തന്നെ കിടന്നോളാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, നീ എൻ്റെ മോനാണ്, എവിടെ കിടക്കണം എങ്ങനെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന്. മാഡം, ഇന്നലെയും കൂടി ഇങ്ങനെയായിരുന്നു. രാത്രി അഗാധമായ ഉറക്കത്തിലേക്ക് ഞാൻ ആണ്ടുപോകുമ്പോൾ അമ്മ കോലം തുള്ളുകയാണ്. കോലം തുള്ളിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റാത്തതെല്ലാം ഉറഞ്ഞൊരുക്കി പോവുകയാണ്. എനിക്കിപ്പോൾ പേടിയാണ്. കാര്യം ഈ കാര്യങ്ങളോട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് ഓക്കെ എന്നുള്ള മട്ടിലേക്ക് എൻ്റെ മനസ്സ് പോകുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമായി തീരില്ലേ മാഡം? ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. അമ്മയോട് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഓരോ കഥകൾ പറയുകയാണ്. പച്ചയായ വേറെ പല ആൾക്കാരുടെയും കഥകൾ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുറ്റം ആരോപിക്കുകയാണ്. ചില ചെറുപ്പക്കാരെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരിക്കലും കുറ്റം സമ്മതിച്ചു തരില്ല. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലും വലിയ കാര്യങ്ങൾ നടക്കുമെന്ന്. മാഡം, എങ്ങനെയാണ് അമ്മ ഇതിൽ നിന്ന് ഒഴിവാക്കുക? കുറ്റപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അമ്മ എനിക്ക് എതിരാകും. അതൊരു പേടിയാണ്. ചേച്ചിയോട് പറയാൻ പറ്റില്ല, ചേച്ചി കുളമാക്കും. ഈ സമയത്ത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുക? ഇത് തുടരണോ എന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ഇതൊക്കെ കുഴപ്പമാകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ആഗ്രഹവും ഉണ്ടെന്ന് തോന്നുന്നു മാഡം. എനിക്ക് തന്നെ ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കത്ത് വായിക്കാം. മാഡം, എൻ്റെ പേര് പ്രശാന്തിനി, യഥാർത്ഥ പേരല്ല. എനിക്ക് ഇപ്പോൾ 32 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവിന് 35 വയസ്സും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഇതുവരെയും കുട്ടികളുണ്ടായിട്ടില്ല. കുട്ടികൾ ഉണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ ഒരു മകളാണ്. എനിക്ക് 2 ചേട്ടന്മാരാണുള്ളത്. അവർ രണ്ടുപേരും ഫാമിലിയായിട്ട് വേറെയാണ് താമസം. എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. അതുവരെ അച്ഛനും അമ്മയും ഇണക്കുരുകളെ പോലെ അവിടെ കഴിയുകയായിരുന്നു. ഞങ്ങൾ വല്ലപ്പോഴും ചെല്ലും, എല്ലാവരും അവിടെ വരും. അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നല്ല ആരോഗ്യം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മരണം പെട്ടെന്നായിരുന്നു. പിന്നീട് അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷം മിക്കവാറും ഞാനും ഭർത്താവുമാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കൂടെ പോയി താമസിക്കാറുള്ളത്. കാര്യം ഞങ്ങളാണ് കൂടുതൽ അടുത്ത്. പക്ഷേ ഇപ്പോൾ 5-6 മാസമായിട്ട് ഞാനും ഭർത്താവും കൂടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ പാടെ അവോയ്ഡ് ചെയ്യുകയാണ്. എൻ്റെ ഭർത്താവിനെ കാണുമ്പോഴേക്കും ഓടി വരികയും തലമുടിയിൽ തലോടുകയും കയ്യിൽ പിടിച്ച് വലിക്കുകയും മാമക്കളെ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും ഭർത്താവിന് മാത്രമായി എല്ലാ വിഭവങ്ങളും എടുത്തു വെക്കുകയും ചെയ്യും. എന്നെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നിൻ്റെ വീടല്ലേ, നിനക്കെടുത്ത് കഴിച്ചുകൂടെ, മോനെ ഞാൻ വിളമ്പിക്കൊടുക്കട്ടെ എന്നൊക്കെ പറയും. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തിരിക്കുക,
തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക. എൻ്റെ ഭർത്താവും ഇതൊക്കെ ആദ്യം മുതലേ ആസ്വദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിര് കടക്കുന്നു എന്ന്. അപ്പോൾ നിന്റെ അമ്മയോട് നിനക്ക് സ്നേഹമില്ലേ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്? നിന്റെ മനസ്സ് തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവരുടെ ബന്ധം നോർമലായിട്ട് കാണാൻ പറ്റുന്നില്ല മാഡം. ഒരു മാസത്തിന് മുമ്പ് ഞങ്ങൾ പുറത്തു പോവുകയാണ്. അമ്മയും വിളിച്ചു. അമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഉടനെ എൻ്റെ ഭർത്താവിനെ മോനെ ഇങ്ങോട്ട് വന്നേടാ ഇങ്ങോട്ട് വന്നേടാ എന്ന് വിളിക്കുന്നു. അമ്മയുടെ മുറിലേക്ക് എൻ്റെ ഭർത്താവ് കയറിപ്പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും കണ്ടില്ല മാഡം. ഞാൻ ചെന്നപ്പോഴുണ്ട് അമ്മയ്ക്ക് സാരിയുടെ ഞൊറികൾ ഞൊറിഞ്ഞു കൊടുക്കുകയാണ്. അതിൽ സേഫ്റ്റി പിൻ കുത്തിക്കൊടുക്കുകയാണ്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കൈ വേറെ എവിടേക്കോ പരതുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ വേറെ രീതിയിൽ ആലസ്യത്തോടുകൂടി നിൽക്കുകയാണ്. അവിടെ നടക്കുന്ന നാടകം എനിക്ക് മനസ്സിലായി. ഞാൻ ശബ്ദം വെറുത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ എന്തിനാണ് ഇത്രയ്ക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവൻ എൻ്റെ സാരി ഒന്ന് ഞൊറിവ് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അതിന് നിനക്കെന്താണെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചാൽ പോരെ? അദ്ദേഹത്തിന് സാരി എടുക്കാൻ അറിയാമോ? എനിക്കല്ലേ അറിയാവുന്നത്. അങ്ങേരെ എൻ്റെ സാരി പോലും ഞൊറിവ് ശരിയാക്കി തരാൻ അറിയില്ല. ആര് പറഞ്ഞു? അവൻ നന്നായിട്ട് ചെയ്തോളും. നീ കയറി ഇടങ്കോളിടേണ്ട കാര്യമില്ല. എൻ്റെ മകൻ എനിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. അതിൽ നീ ഇടങ്കോലിടേണ്ട കാര്യമില്ല. നിനക്ക് സംശയരോഗമാണ്. നിന്നെക്കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കണം. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നിനക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് മാഡം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു തെളിവും വേറെ കിട്ടിയതുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ രാത്രിയിൽ ഞാൻ ഭർത്താവിനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ല. രാത്രി ഒരു 12 മണിയായപ്പോഴേക്കും ഞാൻ ഉറക്കമുണർന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഞാൻ പതുക്കെ ബാത്റൂമിൽ നോക്കി. അവിടെ കണ്ടില്ല, എങ്ങും കണ്ടില്ല. ഞാൻ പെട്ടെന്ന് ഭർത്താവിനെ തിരക്കി അമ്മയുടെ മുറിയിൽ ചെന്നു. അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. ഞാൻ മുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പെട്ടെന്ന് വന്ന് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ്, അമ്മയ്ക്ക് രാത്രി മുട്ടുവേദന എടുത്തു. അപ്പോൾ ഞാൻ ബാമുമായി വന്നതാണെന്ന്. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ വരാന്? ഞാൻ വന്ന് തിരുമ്മി കൊടുക്കില്ലേ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പൊട്ടിത്തെറിച്ചു. എടി സംശയരോഗി, നിന്റെ സംശയം കൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നിന്റെ സംശയങ്ങളൊക്കെ അങ്ങ് നേരെയാക്കാൻ പോവുകയാണ്. ഞങ്ങൾ തമ്മിൽ മറ്റു വല്ല ബന്ധമുണ്ടെങ്കിൽ നീ അങ്ങ് സഹിച്ചാൽ മതി. ഞങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ പെരുമാറുമെന്ന് പറഞ്ഞു. ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് പറയുകയാണ്, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാ കാര്യത്തിലേക്കും ഞാൻ ഇടപെടും. എന്തായാലും നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. കുട്ടികളോ ഉണ്ടാകുന്നില്ല. നിന്റെ കുഴപ്പമല്ലേ എല്ലാം. അതുകൊണ്ടിപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിലൊന്നും ഭർത്താവെന്ന് പറഞ്ഞിട്ട് എന്നെ 24 മണിക്കൂർ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് സ്വതന്ത്രമായി ഇടപെടാം. അതായിരിക്കും നല്ലത്. അമ്മ നമ്മുടെ കൂടെയില്ലേ? അമ്മയും ഞാനും തമ്മിലുള്ള സ്നേഹം നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേറെ വഴിക്ക് വല്ലതും പോകാനുണ്ടെങ്കിൽ നീ പോവുക. നമുക്ക് ഇനി വളരെ ഫ്രീഡമായിട്ട് ജീവിക്കാം. അല്ലാതെ ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് സദാചാരം പറയാനുള്ള ഒരു യോഗ്യത നിനക്കില്ല. കാര്യം നിനക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും പാറി പിറന്നടക്കാം. അതായിരിക്കും നല്ലത്. അല്ലാതെ എൻ്റെ ഭർത്താവെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇനി കാലത്ത് ശരിയാകില്ല മോളെ. നമ്മുടെ ജീവിതം കുളമാകുമെന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത്. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചോളാൻ അമ്മയും പറയുന്നു, ഭർത്താവും പറയുന്നു. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചാകും. ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയാണ് മാഡം. ഇതൊക്കെ പറയുന്നത് എനിക്ക് വല്ലാത്ത വിഷമമാകുന്നു. മാഡത്തിന് എന്നെ മനസ്സിലാകുന്നുണ്ടെന്നാണ് രണ്ടാമത്തെ ചോദ്യം. തീർച്ചയായിട്ടും ഇതിന് രണ്ടിനും നമുക്ക് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. മകനോട് എനിക്ക് പറയാനുള്ളത്, അമ്മയ്ക്ക് കുത്സിതങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവുമായുള്ള അവരുടെ ബന്ധം അത്ര ശരിയല്ല. അച്ഛൻ വരുമ്പോഴും അവർക്ക് അങ്ങനെയുള്ള ഒരു മമതയില്ല. അവരെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. പക്ഷേ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ 2 മക്കളും ആ മുറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. വിരഹ ദുഃഖവുമില്ല, ഒന്നുമില്ല. പിള്ളേർ 2 പേരും ഉണ്ട്. കളിയും ചിരിയും തമാശയായിട്ട് പോയി. ജീവിതത്തിൽ ഒത്തിരി ഫ്രസ്ട്രേഷൻസ് അവരനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മക്കൾ 2 ഉള്ളപ്പോൾ അവർക്കത്ര ഒറ്റപ്പെടലില്ലായിരുന്നു. പിന്നീട് മകളങ്ങ് കല്യാണം കഴിഞ്ഞു പോയപ്പോഴാണ് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, കൂടെയുള്ളത് മകനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നുപോയി കാണും. അവർക്ക് ഏതോ ഒരു രീതിയിൽ കഥകൾ കണ്ടിട്ടാണോ വായിച്ചിട്ടാണോ അമ്മ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. അവരും എന്തോ ഫാൻറ്റസി ലോകത്തേക്ക് പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വീഡിയോയോ അല്ലെങ്കിൽ കഥകളോ എന്തെങ്കിലും കണ്ടിട്ട് അവരും ഇതിലേക്ക്
മനസ്സ് വഴുതി മാറിയുള്ള ആക്ഷൻസാണ്. എന്തായാലും കാണിക്കുന്നത് ശരിയില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ സമ്മതിച്ചു തരികയില്ല. അതിനു പകരം മകനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പല കഥകളും ഉപകഥകളും പറഞ്ഞിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. അവരുടെ തോന്നലുകൾക്ക് ഉത്തരവാദി അവരുടെ ജീവിതം തന്നെയാണ്. ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാകാം. സ്വന്തം ഭർത്താവുമായിട്ടുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനം ഒട്ടും ശരിയല്ല. അപ്പം അമ്മ എത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും ആരോടും പറയാൻ പറ്റില്ലല്ലോ. അത് ഒരു പ്രശ്നമാകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക. ഇനിയിപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുക. കാര്യം ഈ സമയത്ത് എന്തായാലും മൊബൈൽ എടുത്ത് വെച്ചിരിക്കുക. അത് നിങ്ങൾ കൂടി ഇൻവോൾവ് ചെയ്യാതെ അതിന് ഒരു തെളിവുണ്ടാക്കുക. തെളിവെന്ന് പറയുമ്പോഴേക്കും അവർ കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പകർത്തിയെടുക്കുക. എന്നിട്ട് അവരെ കാണിച്ചിട്ട് വാദിക്കുക. ഒന്നും നടക്കുന്നില്ലെന്നും അമ്മ മനസ്സറിവില്ലാതെ എന്തോ കാണിക്കുകയാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് അമ്മ കാണൂ. കണ്ടു കഴിഞ്ഞിട്ട് അമ്മ അതിന് റെസ്പോണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യം അമ്മ ലൈവായിട്ട് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ മുറിയിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ മുറിയിൽ ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നോളാം. കാര്യം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടെ കിടക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നടക്കും. അത് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറും. അല്ലെങ്കിൽ അമ്മ ഇതിന് പിന്നിലുള്ള സത്യങ്ങൾ തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു തെളിവുണ്ടാക്കി വായടപ്പിക്കുന്ന രീതിയിൽ തെളിവുണ്ടാക്കി ചോദിച്ചെങ്കിൽ മാത്രമേ അവരുത്തരം പറയുകയുള്ളൂ. കള്ളികൾ ഒരിക്കലും കാര്യങ്ങളൊന്നും പെട്ടെന്ന് സമ്മതിക്കില്ല. അപ്പം അതിനുള്ള തെളിവുണ്ടാക്കുക. മൊബൈലൊക്കെ അടുത്തിരിക്കുകയല്ലേ, എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അതിനെ ഡീൽ ചെയ്തിട്ട് അതിൻ്റെ വിശദവിവരങ്ങൾ നമ്മുടെ മെയിലിലേക്ക് എഴുതി അറിയിക്കുക. രണ്ടാമത്തേത് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭർത്താവൊക്കെ മരിച്ചുപോയി. ഭർത്താവുമായിട്ട് നല്ല രീതിയിലിരിക്കുകയായിരുന്നു അമ്മ. പക്ഷേ ആ ഗ്യാപ്പ് അത് നികത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ മൈൻഡ് ഒരു മെക്കാനിസം കണ്ടുപിടിച്ചു. ആഹാ കൊള്ളാലെ, മരുമകൻ വരുന്നുണ്ട്, അവന് തന്നോട് വലിയ സ്നേഹമാണ്. എങ്കിൽ പിന്നെ സ്നേഹത്തോടു കൂടി എൻ്റെ ഭർത്താവുമായിട്ട് ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങൾ ഇവിടെ അങ്ങ് റീക്രിയേറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് മരുമകന് കൂടുതൽ ശ്രദ്ധ കൊടുത്തു. അപ്പോൾ മരുമകൻ്റെ ഭാഗത്തു നിന്നും നല്ല പോസിറ്റീവ് റെസ്പോൺസ് അമ്മ വിചാരിച്ചു. എന്നാൽ പിന്നെ നനഞ്ഞട അങ്ങോട്ട് കുഴിക്ക് തന്നെ, നല്ല രസമല്ലേ കുഴിക്കാൻ എന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടെ തുടങ്ങിയതാണ്. അത് പിന്നെ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് കാണും. ഇനിയിപ്പോൾ കുട്ടികളൊന്നുമില്ല, ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോഴാണല്ലോ സദാചാരമൊക്കെ കൂടുതൽ വർക്കൗട്ട് ആകുക. എനിക്ക് നീയും നിനക്ക് ഞാനും, അങ്ങനെയാണ് പൊതുവെയുള്ള സങ്കല്പം. ഇപ്പോൾ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് 100 കുഴപ്പങ്ങൾ മറ്റുള്ളവർ ആരോപിക്കും. സ്ത്രീക്ക് എപ്പോഴും ആദ്യത്തെ ശത്രു എന്ന് പറയുമ്പോഴേക്കും സ്ത്രീ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പുരുഷന്മാർ വരികയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ. ഇപ്പോൾ അമ്മയാണെങ്കിലും മകളാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഭർത്താവിനെ ഓർത്ത് കാണും, കുട്ടികളൊന്നുമില്ലല്ലോ, എങ്കിൽ പിന്നെന്താ, സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാം. അമ്മയും അത് പ്രോത്സാഹിപ്പിച്ച് കാണും. കാര്യം മരുമകൻ സ്വതന്ത്രമായി നടന്നെങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങയുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാമെങ്കിൽ അങ്ങർക്ക് സന്തോഷം. ഭാര്യ എപ്പോഴും എന്ത് പറയും, ഭർത്താവ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടെ പോയതാ, എങ്ങനെ പോയതാ, ആരോടെങ്കിലും മിണ്ടിയോ കണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതിപ്പം സപ്പോർട്ട് വേറെ രീതിയിലാക്കി കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും പോയിട്ട് വാ, ഞാൻ ഇവിടെ കാത്തിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എല്ലാം റെഡി ആയിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പല സന്തോഷം ആർക്കെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് അവർ സദാചാര ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് അവരെ തിരുത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അതിന് യാതൊരു സാധ്യതയില്ല. കാര്യം രണ്ടുപേരും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ആഹ്ലാദിക്കുകയാണ്. അതിനിടയ്ക്ക് നിങ്ങൾ മാത്രമാണ് അവിടെ ഒരു പ്രശ്നം. നിങ്ങളെ ഒഴിവാക്കുന്നവർക്ക് ഈസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 2 വ്യക്തികളെ വേണോ എന്ന് തീരുമാനിക്കുക. ഒന്നുകിൽ അവരുടെ കൂടെ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ 2 വ്യക്തികളെയും വിസ്മരിക്കുക. കാര്യം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ 2 വ്യക്തികൾ എന്തിനാണ്? ചതിക്കപ്പെടുന്ന 2 വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് എന്തിനാണ്? അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക, അധ്വാനിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസ്തത വേണമെന്ന് തോന്നുന്ന രണ്ടാമതൊരു പാർട്ട്ണറെ നിങ്ങൾ വിവാഹമോചനം ചെയ്തിട്ട് തിരഞ്ഞെടുക്കുക. പക്ഷേ നിനക്ക് കുട്ടികളില്ല, അതുകൊണ്ട് നമുക്ക് ഇനി സ്വന്തമായിട്ട് നടക്കാം, ആടിപ്പാടാം, എവിടെ വേണമെങ്കിലും പോകാം, എവിടെയും പോയിട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി കടന്ന കൈയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ന്യായീകരണമാണ്. അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ. അതിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു കരുവാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാര്യം കന്നിനെ കായം കാണിക്കില്ലെന്ന് പറയും. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം, 2 വ്യക്തികൾ അവർ ഭയങ്കര സ്ട്രോങ്ങായി നിൽക്കുമ്പോൾ മൂന്നാമത് അവരെ എതിർക്കുന്നൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല കുത്സിതങ്ങളും കാണിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ ഒരാളെ എതിരിട്ടിട്ട് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കത് അപകടകരമായ ഒരവസ്ഥയാണ്. എപ്പോഴും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ജീവിക്കേണ്ടി വരും.
പല പല വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇത്തരം സിറ്റുവേഷൻസിലാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ വെറുതെ വിടണോ, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് കഴിഞ്ഞ് നടക്കണോ, അതൊക്കെ നിങ്ങളുടെ ആത്മാഭിമാനം വെച്ച് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ തിരുത്തിയെടുക്കാൻ ഒരളവ് വരെ ശ്രമിച്ചു നോക്കാം. പക്ഷേ ശത്രുത എന്ന് പറയുന്ന കാര്യം സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞത് അത്ര നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന പല കാര്യങ്ങൾ ഓർക്കുമ്പോഴേക്കും മനുഷ്യൻ ഏത് രീതിയിലാണ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതം കണ്ടെത്തി തേടിപ്പോകാനുള്ള ഒരു ആർജവം നിങ്ങൾക്കുണ്ടാകണം. അവരെ തിരുത്തിയെടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അതിനിപ്പോൾ മന്ത്രമോ അല്ലെങ്കിൽ കുറുക്ക് വഴികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക. അവരെ തിരുത്തിയെടുക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ബെറ്ററായിട്ട് ജീവിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതിനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിൽ നോക്കി നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. കാര്യം നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായവും മറ്റു കാര്യങ്ങളും വേണം. അതായിരിക്കും ഏറ്റവും നല്ലത്.